ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൽ ഒരു ചെറിയൊരു പോയമുണ്ട്, എ ഫ്രണ്ട് അല്ലേ, ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്. അത് പഠിക്കുക. നോക്കാം നമുക്ക്. നോക്കിക്കോളൂ. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? നിങ്ങൾക്കെല്ലാം ഒരുപാട് കൂട്ടുകാരുണ്ട് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? ഇല്ലേ. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? നിങ്ങൾക്ക് അവരിൽ ഇഷ്ടമായിട്ടുള്ള ക്വാളിറ്റീസ്, കഴിവുകൾ, അവരുടെ എന്ത് ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? നൗ റീഡ് ദ പോയം എബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഒരു യഥാർത്ഥ സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പോയമാണ്. അത് വായിക്കാനാണ് പറയുന്നത് കേട്ടോ. എ ഫ്രണ്ട്, ഒരു യഥാർത്ഥ സുഹൃത്ത്. സുഹൃത്ത് അല്ലേ, ഒരു സുഹൃത്ത് എന്നുള്ള അർത്ഥമാണ്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. ഒരു സുഹൃത്ത് എന്ന് പറയുന്നയാൾ എങ്ങനെയായിരിക്കണം? നമ്മളുടെ കൂടെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന ഒരാളായിരിക്കണം. ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. എന്തൊക്കെയാണ് പങ്കുവെക്കേണ്ടത്? യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നിങ്ങളുടെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. എന്താ പറഞ്ഞത്? നിങ്ങൾക്കൊരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ചിലപ്പോൾ ഒരു ചാൻസ്, പെട്ടെന്നൊരു കണ്ടുമുട്ടൽ കൂടിയായിരിക്കും നിങ്ങൾക്ക് ആ സുഹൃത്തിനെ കിട്ടുക അല്ലേ. നിങ്ങൾ സ്കൂളിൽ പോയി അവിടെ വെച്ചാണ് നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ കണ്ടുമുട്ടിക്കഴിഞ്ഞു, പിന്നീട് ദിവസവും നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവൻ അല്ലെങ്കിൽ ഇവൾ എനിക്ക് പറ്റിയൊരു സുഹൃത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഒരു ചോയ്സ്, നമ്മളുടെ ഇഷ്ടം കൊണ്ട് മാത്രമേ നമ്മൾ അവരുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. സോ ഒരു സുഹൃത്തെന്ന് പറയുന്നതിന് നമുക്ക് ചാൻസ് കൊണ്ട് പെട്ടെന്ന് കണ്ടുമുട്ടാം, പക്ഷെ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. എന്താ പറയുന്നത്? യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. ഹി ഈസ് ക്വിക്ക് ടു വോയിസ് എന്ന് പറയുന്നൊരു ഒരു ഫ്രേസായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഗുണങ്ങൾ, നിങ്ങളുടെ വിജയങ്ങളൊക്കെ അവനായിരിക്കും ഓടിപ്പോയിട്ട് എല്ലാവരോടും അറിയിക്കുക. എല്ലാവരോടും ആദ്യം പറയുന്നയാൾ ആരായിരിക്കും? നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായിരിക്കും. ഹി ഈസ് ക്വിക്ക് ടു വോയിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നത്, നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പുറം ലോകത്തെ അറിയിക്കുന്ന ആരായിരിക്കും? നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായിരിക്കും എന്നാണ് അർത്ഥം. No grievous fault or passing whim can make an enemy of him. എന്താ പറയുന്നത്? നോ ഗ്രീവസ് ഫോൾട്ട് എന്താണ്? ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പാസിംഗ് വിം, നിസാരമായ കാര്യങ്ങൾക്കും. വിം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിസാരമായ കേട്ടോ. പാസിംഗ് വിം എന്ന് പറഞ്ഞാൽ നിസാരമായ കാര്യങ്ങൾ. ഗ്രീവസ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റുകളാണ്. ഗ്രീവസ് ഗുരുതരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിസാരമായ പ്രശ്നങ്ങൾക്കോ ഒന്നും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തിനെ നിങ്ങളുടെ ശത്രുവാക്കി മാറ്റാൻ കഴിയില്ല. ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അതിനൊന്നും, ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾക്കോ ഒന്നും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തിനെ നിങ്ങളുടെ ശത്രുവാക്കി മാറ്റാൻ കഴിയില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ വലിയതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അവൻ്റെ മുഴുവൻ ശക്തിയും അല്ലെങ്കിൽ അവൻ്റെ മുഴുവൻ കഴിവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു കാര്യം സാധിക്കും, നിങ്ങളുടെ ആ ഒരു ആവശ്യം സാധിക്കുന്നത് വരെ അവൻ്റെ മുഴുവൻ കഴിവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. എന്താ പറയുന്നത്? നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നിങ്ങളുടെ ജീവിതയാത്ര നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, നിങ്ങൾ വഴിയിലല്ലേ, നിങ്ങൾ എങ്ങോട്ടേക്ക് ആയാലും, നിങ്ങളുടെ ജീവിതം എങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലും നിങ്ങളുടെ നന്മ മാത്രമായിരിക്കും ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അവൻ്റെ ആശങ്ക അല്ല, അവൻ്റെ ഉത്കണ്ഠ, അവൻ ചിന്തിക്കുന്നത് മൊത്തം എന്തായിരിക്കും? നിങ്ങൾ ഏത് വഴിക്ക് പോയാലും നിങ്ങളുടെ ജീവിതം നല്ലതായിരിക്കണം എന്ന് മാത്രമായിരിക്കും ആ ഒരു യഥാർത്ഥ സുഹൃത്ത് ചിന്തിക്കുക. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. എന്താ പറയുന്നത്? നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെ ആയാലും അല്ലേ, നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെ ആയാലും അത് സഫലമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായിരിക്കും. പിന്നെയോ, there is no wish your tongue can tell but what it is your friends as well. അതാണ് നിങ്ങളുടെ നാക്കുകൾക്ക് പറയാനുള്ള ആഗ്രഹം. എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തൊരാഗ്രഹവും എന്തായിരിക്കും? അത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെ ആഗ്രഹമായിരിക്കും അല്ലേ. അവനില്ലാതെ അല്ലെങ്കിൽ നമുക്കുള്ള ഏതാഗ്രഹവും അവൻ്റെതായിരിക്കും. അവനില്ലാത്തതായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവില്ല. മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞ ലൈൻസ് തന്നെയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹത്തിൻ്റെ കൂടെയും ആരുണ്ടാവും? നമ്മുടെ യഥാർത്ഥ സുഹൃത്തുമുണ്ടാവും. പൂർണ്ണ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷം തന്നെയാണ് അവൻ്റെ സന്തോഷം, യഥാർത്ഥ സുഹൃത്തിൻ്റെ സന്തോഷം അത് തന്നെയായിരിക്കും.
ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ്. എന്താ പറയുന്നത്? ദ ലൈഫ് ഓഫ് ഹിം, ആർക്കാണോ യഥാർത്ഥത്തിൽ ഒരു സുഹൃത്തുള്ളത്, ഒരു നല്ല സുഹൃത്തുള്ള ആളുടെ ജീവിതം എന്ന് പറയുന്നത് ഡബിൾ ഗാർഡഡ് ആയിരിക്കും അല്ലേ? അത് ഇരട്ടി സുരക്ഷിതമാണ്. കാരണം ജീവിത അവസാനം വരെ അവനെ സംരക്ഷിക്കുവാനും അവൻ്റെ സന്തോഷം കാണാനും അവനെ പിന്തുണയ്ക്കാനും വേണ്ടിയിട്ട് ആരുണ്ടാവും? ഒരു യഥാർത്ഥ സുഹൃത്ത് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ സുഹൃത്തുള്ള നിങ്ങളെല്ലാവരും സന്തോഷിക്കണം. നമ്മളൊക്കെ ലൈഫ് എന്താണ്? ഡബിൾ ഗാർഡഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ചെറിയൊരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് അതിനകത്തുള്ള കുറച്ച് വേർഡ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. അതിൻ്റെ മലയാളം മീനിങ്ങും കൂടിയാണ്. അപ്പോൾ അതിലൊരു 4 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടിയുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ സുഹൃത്ത് നിനക്ക് വളരെ പ്രാധാന്യമുള്ളവനാവുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറാനുള്ള കാരണം എന്താണ്? മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് അരുൺ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് അവിടെ എഴുതുക കേട്ടോ. കാവ്യയാണെങ്കിൽ കാവ്യ എഴുതുക, അല്ലെങ്കിൽ നിഖിലാണെങ്കിൽ നിഖിലിന് എഴുതുക, അപ്പു ആണെങ്കിൽ അത് എഴുതുക, അമ്മു. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ്, അവിടെ പേര് എഴുതുക. ഹീ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ ബിക്കോസ് ഹീ ഓൾവേസ് ഹെൽപ്സ് മീ ആൻഡ് കെയർസ് ഫോർ മീ. അവൻ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യും, എന്നെ ഒരുപാട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? ഈ പോയത്തിൽ നിന്ന്, കവിതയിൽ നിന്ന് നിങ്ങൾ എന്താണ് നല്ലൊരു സുഹൃത്തിനെ കുറിച്ച് പഠിച്ചത്? എ ഗുഡ് ഫ്രണ്ട് ഷെയർസ് അവർ ജോയ്സ് ആൻഡ് സോറോസ്. നമ്മുടെ ജോയ്, സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യുന്ന ആളായിരിക്കും ഒരു യഥാർത്ഥ സുഹൃത്ത്. ഹെൽപ്സ് അസ് ഇൻ നീഡ്, നമുക്കൊരു ആവശ്യം വരുമ്പോൾ സഹായിക്കുന്ന ആളായിരിക്കും. ഫോർഗീവ്സ് അവർ മിസ്റ്റേക്സ്, നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കുന്ന ആളായിരിക്കും. ആൻഡ് വിഷസ് ഫോർ അവർ സക്സസ്, നമ്മുടെ വിജയങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു യഥാർത്ഥ സുഹൃത്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് ഒരു സുഹൃത്തിൻ്റെ പ്രസൻസിൽ അവൻ്റെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുന്നത്? എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്സ് അവർ ലൈഫ് മോർ സെക്യൂർ ബിക്കോസ് ഹി സപ്പോർട്ട്സ് അസ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രൊട്ടക്റ്റസ്, നമ്മളെ സംരക്ഷിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റാൻഡ്സ് ബൈ അസ് ഇൻ എവറി സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. അപ്പോൾ യഥാർത്ഥ സുഹൃത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം സുരക്ഷിതമാവുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ പോയം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? എങ്ങനെയാണ് പോയം നമ്മളോട് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യും, നമുക്ക് ധൈര്യം തരുന്നത് എങ്ങനെയാണ്? യെസ്, ഇതൊക്കെ തന്നെയാണ് അല്ലേ. ദ പോയം എൻകറേജസ് അസ് ടു കെയർ ഫോർ അതേഴ്സ്, മറ്റുള്ളവരോട് സ്നേഹത്തോടെ കെയർ ചെയ്യാൻ പറയുന്നു. ഹെൽപ്പ് ദം, അവരെ സഹായിക്കണം. ഫോർഗീവ് ദെയർ മിസ്റ്റേക്സ്, അവരുടെ തെറ്റുകൾ നമ്മൾ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതെന്നല്ല, എന്ത് തെറ്റുകളായും നമ്മൾ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. ആൻഡ് സ്റ്റാൻഡ് ബൈ ദം ഇൻ എവറി സിറ്റുവേഷൻ, അവരുടെ എല്ലാ സിറ്റുവേഷനിലും അവരുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുക. ഇനി അതിലൊരു 3 ആക്ടിവിറ്റി കൂടിയുണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ. നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി: വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. ഒരു നല്ല സുഹൃത്തിൻ്റെ ക്വാളിറ്റീസ്, ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം? താഴെ തന്നിരിക്കുന്ന വെബ് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം? എ ഗുഡ് ഫ്രണ്ട്, അവർ ഷെയറിങ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ എഴുതാം? കെയറിങ് ആയിരിക്കണം അല്ലേ, നല്ല കെയറിങ് ഉള്ള ആളായിരിക്കണം, ശ്രദ്ധ വേണം, നമ്മളോട് സ്നേഹമുള്ള ആളായിരിക്കണം. പിന്നെ ഹെൽപ്ഫുൾ, വളരെ സഹായിക്കുന്ന വ്യക്തിയായിരിക്കണം. കൈൻഡ്, ദയുള്ള ആളായിരിക്കണം. ലവിങ്, സ്നേഹം വേണം അല്ലേ. ഇതിനൊക്കെ ഉപരി ഓണസ്റ്റ്, സത്യസന്ധനായിരിക്കണം. ഇതൊക്കെ ഒരു നല്ല സുഹൃത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആക്ടിവിറ്റി 2: റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നമ്മൾ ആദ്യം പഠിച്ച ഇതിലെ ഒരു 2 ലൈൻസ് ആണ്. ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ, കെയർ, ഷെയർ, എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. എങ്ങനെയാണ്? കെയർ, എയർ ആൻഡ് ഷെയർ, കണ്ടോ, ഒരുപോലെ എൻഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. ഒരുപോലെ സൗണ്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കേട്ടോ. സോ നോക്കൂ: ചോയ്സ്, വോയിസ്. വിം, ഹിം. സ്മോൾ, ആൾ. ടേൺ, കൺസേൺ. ബി, സി. ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. ഓക്കെ, ഇത്രയും റൈമിംഗ് വേർഡ്സാണ് ഈ പോയത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണ് എഴുതുക കേട്ടോ. ഇനി ഈ പോയത്തിൽ നിന്ന് അല്ലാണ്ട് സ്വന്തമായിട്ട് കുറച്ച് റൈമിംഗ് വേർഡ്സ് എല്ലാവരും എഴുതി നോക്കണേ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 3. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവൻ യു? നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട് ഇല്ലേ? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? ആ കൂട്ടുകാരുടെയൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ലേ, അവർക്ക് എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമില്ലാത്തത് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. ആസ്ക് യുവർ ഫ്രണ്ട്സ്
അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്നിരിക്കുന്ന സ്പേസിൽ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എഴുതാനാണ് പറയുന്നത്. എങ്ങനെ എഴുതേണ്ടത്? ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. എക്സാമ്പിൾ നോക്കി. ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, അവന് ക്രിക്കറ്റ് ഇഷ്ടമല്ല. അതുപോലെ നമുക്ക് എഴുതാം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് എഴുതുക. ഇപ്പോൾ ശ്രേയസ് എന്നുള്ള കുട്ടിയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. ശ്രേയസ് ലൈക്സ് ഡ്രോയിങ്. ശ്രേയസിന് ഡ്രോയിങ് ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ഡാൻസിങ്. അങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കുട്ടികളുടെ പേര് എഴുതുക. എന്നിട്ട് അവൻ എന്താണോ ഇഷ്ടം അത് ഹി ലൈക്സ് എന്ന് എഴുതുക. ഇഷ്ടം അല്ലെങ്കിൽ ഷീ ഡസൻ ലൈക്ക് അല്ലെങ്കിൽ ഹി ഡസൻ ലൈക്ക് എന്ന് എഴുതുക കേട്ടോ. ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് നോക്കി. അനു എന്ന് പറഞ്ഞ കുട്ടി, അനു ലൈക്സ് ഡ്രോയിങ്, ഷീ ഡസൻ ലൈക്ക് ഡാൻസിങ്. അപ്പം പെൺകുട്ടികളാണെങ്കിൽ ഷീ എന്ന് എഴുതണം, ആൺകുട്ടികളാണെങ്കിൽ ഹീ ആണ് വരേണ്ടത് കേട്ടോ. അവന് എന്നുള്ള അർത്ഥത്തിൽ ഹീ വരണം. രാഹുൽ ലൈക്സ് ക്രിക്കറ്റ്. രാഹുലിന് ക്രിക്കറ്റ് ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ഫുട്ബോൾ. അവന് ഫുട്ബോൾ ഇഷ്ടമല്ല. അഖിൽ ലൈക്സ് പ്ലേയിങ് ചെസ്. അഖിലിന് ചെസ്സ് കളിക്കാൻ ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് വീഡിയോ ഗെയിംസ്. വീഡിയോ ഗെയിംസ് കളിക്കാൻ ഇഷ്ടമല്ല. നിതിൻ ലൈക്സ് സൈക്ലിംഗ്. ഹി ഡസൻ ലൈക്ക് ട്രാവലിംഗ് ബൈ ബസ്. ആഷ ലൈക്സ് ഗാർഡനിങ്. ഷി ഡസൻ ലൈക്ക് വേസ്റ്റിംഗ് വാട്ടർ. അവൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്, പക്ഷേ വാട്ടർ വേസ്റ്റ് ചെയ്ത് ഇഷ്ടമല്ല. ഇതുപോലെ തന്നിട്ട് അതിന് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് എഴുതിയിട്ട് ഒരു 5-6 ആളുടെ എഴുതുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. എ ഫ്രണ്ട് എന്നുള്ള പോയം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പോയമാണ്. അപ്പോൾ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നു, പിന്നെ എന്താണ് ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്